മറ്റൊരു രാത്രി, മറ്റൊരു സീരീസ്, മറ്റൊരു എതിരാളി. എന്നാൽ 22 യാർഡ് പിച്ചിൽ മാറ്റമില്ലാത്തതായി ഒന്നുണ്ടായിരുന്നു. വൺസ് എ കിങ് ആൾവേസ് എ കിങ് എന്ന ചൊല്ല് തന്നെ അയാൾക്കായി സൃഷ്ടിച്ചതാണെന്ന് തോന്നുന്നു. വിരാട് കിങ് കോഹ്ലി. വഡോദര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അർഹിച്ച സെഞ്ചുറിക്ക് 7 റൺസ് അകലെ അയാൾ മടങ്ങുമ്പോൾ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ ഏതാണ്ട് വിജയത്തോടടുത്തിരുന്നു. ചേസ് മാസ്റ്റർ എന്ന പേര് അനർത്ഥമാക്കുന്ന മറ്റൊരു ടിപ്പിക്കൽ കോഹ്ലി മാസ്റ്റർ ക്ലാസ്. കലണ്ടർ താളിലെ പുതിയൊരു വർഷത്തിലും ക്രിക്കറ്റ് മൈതാനങ്ങളിൽ അയാളുടെ ബാറ്റിൽ നിന്ന് റൺസ് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. 2008 അരങ്ങേറ്റം കുറിച്ചപ്പോഴുള്ള അതേ പോരാട്ട വീര്യം, അതേ അഗ്രഷൻ. കൈൽ ജാമിസൺ എറിഞ്ഞ 40-ാം ഓവറിലെ ആദ്യ പന്ത് കിവി പേസറുടെ ബാക്ക് ഓഫ് ഡെലിവറിയെ മിഡ് ഓഫിലൂടെ ബൗണ്ടറി നേടാനായി സ്റ്റെപ്പ് ഔട്ട് ചെയ്ത കോഹ്ലിക്ക് തെറ്റുകയാണ്. സർക്കിളിൽ ബേസ്വെല്ലിൻ്റെ കൈകളിൽ പന്തിൻ്റെ സഞ്ചാരം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ താരത്തിൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ 93 റൺസായിരുന്നു സമ്പാദ്യം. 54-ാം ഏകദിന സെഞ്ചുറി കയ്യെത്തും ദൂരെ നഷ്ടമായതിൻ്റെ നിരാശ കോഹ്ലിയുടെ മുഖത്തപ്പോൾ പ്രകടമായിരുന്നു. ഇന്ത്യയെ സുരക്ഷിത തീരത്തെത്തിച്ച അയാൾ മടങ്ങുമ്പോൾ എണീറ്റ് നിന്ന് കൈയടിച്ചാണ് വഡോദരയിൽ ആരാധക കൂട്ടം അതിനെ എതിരേറ്റത്. 9-ാം ഓവറിൽ ജാമിസണെ ബിഗ് ഹിറ്റിന് ശ്രമിച്ച് രോഹിത് ശർമ്മ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 39-ലായിരുന്നു. 301 റൺസ് എന്ന വലിയ ടോട്ടലിലേക്ക് മുന്നേറാൻ ഇന്ത്യക്ക് മികച്ചൊരു പാർട്ണർഷിപ്പ് ആവശ്യമായ സമയം. ആരവങ്ങൾക്കിടയിലൂടെ സ്വതസിദ്ധമായ ശൈലിയിൽ കോഹ്ലി പതിവ് പോലെ മൈതാനത്തേക്ക് നടന്നെടുത്തു. ജാമിസന്റെ ആ ഓവറിലെ അവസാന 2 പന്തുകളെ പ്രതിരോധിച്ചായിരുന്നു കോഹ്ലിയുടെ തുടക്കം. എന്നാൽ സക്കാറി ഫോക്സിന്റെ തൊട്ടടുത്ത ഓവറിൽ 2 തവണ അതിർത്തി കടത്തി കോഹ്ലി തന്റെ അക്കൗണ്ട് തുറന്നു. പോയ മത്സരങ്ങളിൽ അവസാനിച്ചു നിന്നിടത്തുള്ള തുടക്കം. പവർ പ്ലേക്ക് ശേഷം ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യുന്ന സെൻസിബിൾ ഇന്നിംഗ്സ്. സിംഗിളുകളും ഡബിളുമായി റെക്കോർഡ് റൺ റേറ്റ് പാലിച്ചുകൊണ്ട് ഇന്ത്യ വിജയത്തിലേക്ക് മുന്നേറി. ശുഭ്മാൻ ഗില്ലിനെയും പിന്നീടെത്തിയ ശ്രേയസ് അയ്യരെയും കൂട്ടുപിടിച്ചുള്ള കോഹ്ലിയുടെ മാസ്റ്റർ ക്ലാസിനെ തടയിടാനായി പേസ് സ്പിൻ തന്ത്രങ്ങൾ കിവീസ് ക്യാപ്റ്റൻ മൈക്കൽ ബേസ്വെൽ മാറി മാറി പരീക്ഷിച്ചെങ്കിലും ഒന്നും വർക്കായില്ല. ഇതിനിടെ കരിയറിൽ സുപ്രധാന മൈൽ സ്റ്റോണും കോഹ്ലി പിന്നിട്ടു. വ്യക്തിഗത സ്കോർ 28-ൽ നിൽക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് എന്ന കൊടുമുടിയിലേക്കാണ് കോഹ്ലി നടന്നു കയറിയത്. സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറും ശ്രീലങ്കൻ താരൻ കുമാർ സംഗകാരയും മാത്രമുള്ള എലൈറ്റ് പട്ടികയിലേക്കുള്ള താരത്തിൻ്റെ ഗ്രാൻഡ് എൻട്രി. കിവീസിനെതിരെ 42 റൺസിലേക്ക് ചുവടുവെച്ചതോടെ സംഗകാരെയും കോഹ്ലി മറികടന്നു. 34,387 റൺസുമായി ഇനി മുന്നിൽ ഒരേ ഒരാൾ മാത്രമാണുള്ളത്, സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ. കരിയറിൽ വേഗത്തിൽ 28,000 റൺസ് നേടുന്ന താരമായും ഇന്നലെ വിരാട് ചരിത്രത്തിലേക്ക് മുന്നേറി. മാജിക് നമ്പറിലേക്ക് എത്താൻ സച്ചിന് 644 ഇന്നിംഗ്സുകളാണ് വേണ്ടി വന്നതെങ്കിൽ 624 ഇന്നിംഗ്സ് മാത്രമാണ് കോഹ്ലിക്ക് ആവശ്യമായി വന്നത്. അതായത് 20 മത്സരങ്ങളുടെ കൃത്യമായ വ്യത്യാസം. അല്ലെങ്കിലും കോഹ്ലി എന്ന് കളിച്ചാലും അതിലൊരു റെക്കോർഡ് ഉണ്ടായിരിക്കും. കൂടുതൽ ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞവരുടെ എലൈറ്റ് പട്ടികയിലും കോഹ്ലി ഇന്നലെ ഇടം നേടി. കരിയറിലെ തൻ്റെ 309-ാം ഏകദിനത്തിലാണ് വഡോദരയിൽ കോഹ്ലി ഇറങ്ങിയത്. 308 ഏകദിനം കളിച്ച മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗംഗുലിയാണ് ഇക്കാര്യത്തിൽ കോഹ്ലി മറികടന്നത്. മുഹമ്മദ് അസറുദ്ദീൻ, രാഹുൽ ദ്രാവിഡ്, മഹേന്ദ്ര സിംഗ് ധോണി, സച്ചിൻ തെണ്ടുൽക്കർ എന്നിവരാണ് നിലവിൽ കോഹ്ലിക്ക് മുന്നിലുള്ളത്. ശരിയായ സമയത്ത് ആക്രമിക്കുക, ശരിയായ സമയത്ത് പ്രതിരോധിക്കുക. ഇന്നലെ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയുടെയും വിരാട് കോഹ്ലിയുടെയും പ്ലാനുകൾ കൃത്യമായിരുന്നു. 91 പന്തുകൾ നേരിട്ട തൻ്റെ ഇന്നിംഗ്സിൻ്റെ ആദ്യ പകുതിയിൽ ആക്രമിച്ചാണ് കോഹ്ലി കളിച്ചത്. രോഹിത് പുറത്തായ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള കിവീസ് പ്ലാനിന് കൂടിയാണ് കോഹ്ലിയുടെ അഗ്രസീവ് ബാറ്റിംഗ് തടയിട്ടത്. എന്നാൽ കളി പരിധിയിലായതോടെ 2-ാം പകുതിയിൽ സ്ട്രൈക്കറെ റൊട്ടേറ്റ് ചെയ്തുള്ള സെൻസിബിൾ ബാറ്റിങ്ങിലേക്കും കോഹ്ലി ചുവടുമാറി. 40-ാം ഓവറിൽ കോഹ്ലി മടങ്ങുമ്പോൾ 234 റൺസായിരുന്നു ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ KL രാഹുലിന് പകരം 5-ാമനായി രവീന്ദ്ര ജഡേജ ഇറക്കിയുള്ള പരീക്ഷണം ഇന്ത്യക്ക് തിരിച്ചടിയായി. ജാമിസന്റെ ഓവറിൽ ക്രിസ്റ്റ്യൻ ക്ലാർക്കിന് ക്യാച്ച് നൽകി 4 റൺസ് എടുത്താണ് ജഡേജ മടങ്ങിയത്. തൊട്ടു പിന്നാലെ ശ്രേയസിനെ ക്ലീൻ ബോൾഡാക്കി കിവീസ് അവസാന ലാപ്പിൽ തിരിച്ചു വരുന്നു എന്ന ചില സൂചനകൾ നൽകി. ബാക്ക് ടു ബാക്ക് വിക്കറ്റുകൾ വീണെങ്കിലും വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കാതെ ഹർഷിത് റാണയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയുള്ള പരീക്ഷണത്തിനാണ് ഗൗതം ഗംഭീർ ശ്രമിച്ചത്. ഫിയർലെസ് ബാറ്റിങ്ങിലൂടെ റാണ തകർത്തടിച്ചപ്പോൾ KL രാഹുൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് നൽകി. വിജയത്തിനരികെ ഹർഷിത് വീണെങ്കിലും ഗിയർ മാറ്റി രാഹുൽ ഇന്ത്യയെ വിജയതീരത്തെത്തിച്ചു. താങ്കൾ ഇത് എത്രാമത്തെ തവണയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്നതെന്നറിയാമോ? പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വിരാട് കോഹ്ലിയോടുള്ള ഹർഷ ബോഗ്ലയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷേ ഓരോ അവാർഡും ഗുഡ്ഗാവിലെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് അയച്ചു നൽകുകയാണ് എൻ്റെ പതിവ്. അമ്മ അതിൽ അഭിമാനിക്കുന്നു. ചെറുപുഞ്ചിരിയോടെ വിരാടിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇന്നലെ കിവീസിനെതിരെ കൂടിയായതോടെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 71-ാം തവണയാണ് കോഹ്ലി പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് കരസ്ഥമാക്കുന്നത്. ഇനി 6 തവണ കൂടി നേട്ടം ആവർത്തിക്കാനായാൽ പ്ലെയർ ഓഫ് ദി മാച്ച് ട്രോഫിയുടെ വലിയ ശേഖരത്തിലുടമയായി ഗുഡ്ഗാവിലെ ആ അമ്മ മാറും. കൗമാരത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട മകനെ രാജ്യത്തിലെ പ്രധാന ക്രിക്കറ്ററാക്കി മാറ്റാനായി പരിശ്രമിച്ച് ഈ അമ്മയല്ലാതെ മറ്റാരാണ് ആ നേട്ടത്തിന് അർഹയാകേണ്ടത്? ഞാൻ എൻ്റെ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റ് കളിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ഇതിലേക്കുള്ള പ്രയാണം ഒട്ടും എളുപ്പമായിരുന്നില്ല. കഠിനാധ്വാനം ചെയ്തു. ഇന്ന് ഇതുവരെയുള്ള യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ദൈവം എനിക്ക് നൽകി. നാഴികക്കല്ലുകളെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. ടീമിനെ ജയിപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ മനസ്സിൽ.
ചരിത്ര നേട്ടത്തിൽ സച്ചിൻ മാത്രമാണ് മുന്നിലുള്ളതെന്ന ഹർഷ ഭോഗ്ലെയുടെ വാക്കുകൾക്ക് തൻ്റെ കരിയർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോഹ്ലി മറുപടി നൽകിയത്. തൻ്റെ ഏകദിന കരിയറിൽ ആദ്യമായി തുടർച്ചയായ ഡെക്കുകൾക്ക് പുറത്തായ ശേഷം ടോപ്പ് ഗിയറിലാണ് കോഹ്ലി ഇപ്പോൾ കുതിക്കുന്നത്. സിഡ്നിയിൽ അർദ്ധ സെഞ്ചുറി നേടുന്നു. റാഞ്ചിയിലും റായ്പൂരിലും ആ ബാറ്റിൽ നിന്ന് സെഞ്ചുറി പിറക്കുന്നു. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും. വഡോദരയിൽ വീണ്ടും ഒരു മാസ്റ്റർ ക്ലാസ്. സമാനതകളില്ലാത്ത ചരിത്രത്തിലേക്കാണ് അയാളുടെ സഞ്ചാരം. അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പ് ഇന്ത്യ സ്വപ്നം കണ്ടു തുടങ്ങുന്നതും ആ ചിറകിലേറി തന്നെയാണ്.